ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കുഞ്ഞൻ SUV ആണ് കൂടെ ഉള്ളത്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ XUV 3X ആണ് കൂടെ ഉള്ളത്. ഓൾറെഡി 300 എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം അതിൻ്റെ ഒന്ന് മാറി കുറച്ചധികം മാറ്റങ്ങൾ, ഇപ്പം ഫ്രണ്ട് ലുക്കും അല്ലെങ്കിൽ റിയർ ലുക്കും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഒക്കെ ടോട്ടലി മാറി വന്നിട്ടുള്ള പുതിയ 3Xോടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിൻ്റെ മോഡലല്ല, ഒരു മിഡ് വേരിയൻ്റ് ആണ്. അഫോർഡബിൾ റേറ്റിലേക്ക് കിട്ടുന്ന മിഡ് വേരിയൻ്റ്, അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡറായിട്ട് വന്നിട്ടുള്ള മോഡലാണ്. MX3 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. ഏകദേശം 9ഓളം വേരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ വേരിയൻസ് നോക്കുമ്പോഴത്തേക്കും MX1, MX2, MX3 വേരിയൻസിൽ നോക്കുകയാണെങ്കിൽ MX2ലും MX3ലും പ്രോ വേർഷൻസ് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ AX5, AX7 വേരിയൻസ് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും അതിൽ ലക്ഷറി ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ലെവൽ 2 അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്ന കുറേ അധികം ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ടോപ്പ് എൻഡ് വേരിയൻസ് ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ അറിയാമല്ലോ, ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിലും വളരെയധികം സേഫ്റ്റി ഫീച്ചേഴ്സും അല്ലെങ്കിൽ അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ലോഡറായിട്ടാണ് നമ്മുടെ മഹീന്ദ്ര ഇപ്പോൾ 700 കണ്ട പോലെയുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു ചെറിയ വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിഡ് വേരിയൻ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു SUV സ്റ്റൈലിംഗ് ഉള്ള വെഹിക്കിൾ വേണമെന്ന് തോന്നുമ്പോൾ ശരിക്കും മാർക്കറ്റിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് മഹീന്ദ്ര വെഹിക്കിൾ തന്നെയാണ് അല്ലേ. ഇപ്പോൾ ബൊലേറോ ആണെങ്കിലും സ്കോർപ്പിയോ ആണെങ്കിലും ഒരുപാട് ഫാൻ ബേസ് ഉള്ള കുറേ, ഇപ്പം നമുക്കൊക്കെ ആണെങ്കിലും ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന വെഹിക്കിൾസാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ലോഡായിട്ട് കുറച്ചുകൂടെ ലോങ്ങിലേക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് വെഹിക്കിൾസ്, ഇപ്പം 700 ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ സ്കോർപ്പിയോ മോഡൽസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ബൾക്കി, കുറച്ചുകൂടെ വലിയ ഒരു കുറേ അധികം ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുന്ന രീതിയിലുള്ള വെഹിക്കിളാണെങ്കിലും ചെറിയ കാറ്റഗറിയിലേക്കുള്ള വെഹിക്കിൾസ് മഹീന്ദ്രയ്ക്ക് കുറവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ചിട്ട് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ് നമ്മുടെ 3X. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7,49,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതിലും അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മിഡ് വേരിയൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ, ഇപ്പം ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫേസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് മെയിനായിട്ടും ഈ ഒരു ഫോഗ് ലാമ്പിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ടോപ്പ് എൻഡ് മോഡലുമായിട്ട് നോക്കുമ്പോഴത്തേക്കും. ബാക്കി ഈ ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള DRLസും അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ഈ ഒരു ചെറിയൊരു ക്രോമിൻ്റെ ഇൻസേഷനും അങ്ങനെ ആയിട്ടുള്ള ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ആ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ഇപ്പം പുതിയ വെഹിക്കിൾസിലെല്ലാം ഈ ഒരു തീമിലാണ് വർക്കൗട്ട് ആവുന്നത്. ആ ഒരു ക്രോമിൻ്റെ ഇൻസേഷനൊന്നും അധികം കാണുന്നില്ല. പകരം ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലുള്ള പുതിയ നമുക്ക് മഹീന്ദ്ര ലോഗോ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനോട് സമയമാകുന്ന രീതിയിലുള്ള ഒരു ക്രോം ഇൻസേഷനിലുള്ള ചെറിയ ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാം. അതേപോലെ തന്നെ ഈ ഒരു 3X വന്നപ്പോഴത്തേക്കും ടോട്ടലി ഒരു ഡിസൈനിൽ തന്നെ ഈ ഒരു ഡയമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഇൻസേഷൻസ് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ടിൽ കാണുന്നത്. ക്യാരക്ടർ ലൈൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ എടുത്തപ്പോഴത്തേക്കും അതിൽ വരുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും 360 ഡിഗ്രി ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിഡ് ഓപ്ഷനിൽ അത് വന്നിട്ടില്ല. ഇപ്പം ക്യാമറ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും മാനുഫാക്ചേഴ്സും ഇപ്പം ടോപ്പ് എൻഡിലേക്കൊക്കെ 360 ഡിഗ്രി ക്യാമറയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു എയർ ഇൻടേക്കിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഫ്രണ്ടിൽ ഈ ഒരു ബമ്പറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റിയർ സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഓവറോൾ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കിയേ, അതായത് നമുക്ക് ഇപ്പോൾ അറിയാം, ഇപ്പം ഫ്യൂച്ചർ കണ്ടിട്ടാണ് എല്ലാ മാനുഫാക്ചേഴ്സും വരുന്നത്. മഹീന്ദ്രയുടെ സൈഡിൽ നിന്ന് ഇപ്പം ഇലക്ട്രിക് വാഹനം എന്ന് പറയാൻ XUV 400 ആണ്. അപ്പം നമ്മളിപ്പം അറിയാമല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വിത്തിൻ ഒരു 19 hours കൊണ്ട് നമ്മൾ ഓൾ കേരള, അതായത് കന്യാകുമാരി ടു കാസർഗോഡ് നമ്മുടെ ഇലക്ട്രിക് കാറിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിക് ഇനിയിപ്പം അങ്ങോട്ടൊരു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇലക്ട്രിക് കാർസിന് ഒരുപാട് വരുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും XUV 3Xോടെ സൈഡിൽ നിന്നും ഒരു ഫ്യൂച്ചർ ഒരു ഇലക്ട്രിക് കാർ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു രീതിക്കുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെയാണ് ഓവറോൾ ഇപ്പം ഈ ഒരു വെഹിക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ ഇൻറ്റീരിയർ പറയുമ്പോഴത്തേക്കും കാണിച്ചു തരാം. കാരണം XUV 400 എന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻസൈഡൊക്കെയാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡ് പ്രൊഫൈൽ XUV 300 ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു സെയിം ഫീൽ തന്നെയാണ്. മെയിനായിട്ടും ഫ്രണ്ടും റിയറും ആണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു ടിവോളിയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു വെഹിക്കിളും വന്നിട്ടുള്ളത്. ടിവോളി കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഒരു സബ് 4 മീറ്റർ ഒരു SUV കാറ്റഗറിയിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ചെറിയൊരു പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു മിഡ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും വീൽസ് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള വെക്റ്റർ വീൽസ് ആണ് കേട്ടോ. അതായത് ഇത് ശരിക്കും ഒറ്റ ലുക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അലോയ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് അലോയ് അല്ല. ഈ ഒരു വീൽ കപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വീൽ കപ്പ് ചിലപ്പോൾ ഒക്കെ കാണുമല്ലോ, ഊരിപ്പോകുന്നൊക്കെ കാണുമല്ലോ, ആ ഒരു
ആ ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ടാകത്തില്ല, കാരണം ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം ഇതിൽ കാണുന്നത് 16 ഇഞ്ച് വീൽസാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും 17 ഇഞ്ച് പ്ലസ് അലോയ് വീൽസിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബേസ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ വീൽ കപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം മിഡ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിലുള്ളൊരു സ്റ്റൈലിങ്ങുള്ള വീൽസ് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കണക്ട് ചെയ്തിട്ടുള്ളൊരു ബമ്പർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ടു ആ ഒരു റിയർ സൈഡ് വരെ കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും നോക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ക്ലിയറൻസ് അല്ലേ. ഏകദേശം ഒരു 190 to 195 mm അടുത്താണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം SUV ക്ക് വേണ്ടതായിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ORVM കാണാം. 360 ഡിഗ്രി ക്യാമറാസ് ഒന്നുമില്ല, കാരണം ഇത് മിഡ് വേരിയൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ റൂഫ് റെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബോഡി കളേർഡ് തന്നെ ഒരു ഡോർ ഹാൻഡിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഈ ഒരു സെൻറ്റർ പില്ലർ നോക്കുമ്പോഴത്തേക്കും ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു കളറിംഗ് ആണ് കാണുന്നത്. പിന്നെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്കിലുള്ളൊരു ഇൻസെഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. ഇനിയിപ്പോൾ റിയർ സൈഡ് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു വെഹിക്കിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം റിയർ സൈഡാണ് കേട്ടോ. കാരണം ഫ്രണ്ടിനേക്കാൾ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് ഈ ഒരു റിയർ സൈഡിലെ ഈ ഒരു ഇൻഫിനിറ്റി കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് കേട്ടോ. ഈ ഒരു സൈഡിലൊരു C ഷേപ്ഡും അതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഭയങ്കര രസമുണ്ട്. ഒരു ലോങ് സൈറ്റിൽ നിന്നൊക്കെ കാണുവാണെങ്കിൽ ഇത് ഈ ഒരു വർക്കിനുള്ള ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ കണ്ടല്ലോ. ഡിസൈനിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊജക്റ്റഡ് പാർട്ടൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. കാരണം ഇൻറ്റീരിയർ അത്യാവശ്യം സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് ശരിക്കും 300 കണ്ട ഡിസൈൻ തന്നെയാണ്. ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസമാണ് മെയിനായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമുക്കിപ്പം മിഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്കും ടോപ്പ് കുറച്ച് പ്ലെയിൻ ആണ്. അതേപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ളൊരു ആൻറ്റിന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു വെഹിക്കിളിന് റിയർ ക്യാമറ ഇല്ല കേട്ടോ. നമുക്ക് എക്സ്ട്രാ ആക്സറീസിൽ ആഡ് ഓൺ ചെയ്ത് വെക്കാം. റിയർ സെൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബേസ് മോഡൽ അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. റിയർ സൈഡിലായിട്ട് XUV 3XOൻ്റെ ബാഡ്ജിങ് ഉണ്ട്. മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഇവിടെ കാണാം. ഇനിയിപ്പോൾ ജസ്റ്റ് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും 364 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയും ഭാഗം കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ ലെവൽ വരെ നമുക്ക് സാധനങ്ങൾ ഇപ്പം നമ്മുടെ ലഗേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ക്യാരി ചെയ്യുക. അതേപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റാണ് ഇതിൽ കൊടുത്തുള്ളത്. ഇപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതേപോലെ ഈ ഒരു സഫോമീറ്റർ SUV ആ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. പിന്നെ യൂട്ടിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും 2 സൈഡിലായിട്ട് 2 ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 7 kg വരെ ഹാങ് ചെയ്യാവുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹുക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ. പിന്നെ ഇത് ഈ ഒരു മാറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 70യുടെ മാറ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഹൊറൈസൺ മോട്ടേഴ്സിൽ നിന്നാണ് വെഹിക്കിൾ റിവ്യൂവിന് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്തിട്ടേക്കുന്ന ഒരു മാറ്റാണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റി മാറ്റ്, കൊള്ളാം. അതേപോലെ നമുക്ക് ജസ്റ്റ് ബേസിക് റിയർ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇനി ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്കും വലിയൊരു ബമ്പർ ഭാഗമാണ് കാണുന്നത്. പിന്നെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ബ്രേക്ക് ലൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ബമ്പേഴ്സ് നമ്മൾ മറ്റു മോഡൽസിൽ കണ്ടിട്ടില്ല. ഇപ്പം ഈ ഒരു മോഡലിലേക്കാണ് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ബമ്പർ ഭാഗം കാണുന്നത് കേട്ടോ. അപ്പം റിയർ സൈഡ് എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്കും പുതിയൊരു ഇൻറ്റീരിയർ ആയിട്ടാണ് നമുക്ക് 3XOയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് 300 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടലി ചേഞ്ച് ആണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ XUV 400ൻ്റെ കുറേ ഭാഗങ്ങൾ സിമിലാരിറ്റീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓവറോൾ കളറിങ് നോക്കുമ്പോഴത്തേക്കും വൈറ്റ് ഇൻസെഷൻ, ബ്ലാക്ക് ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡായിട്ടുള്ള സീറ്റ്സ് കാണാം. ഇപ്പം ഇതിൽ മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിലൊരു ഫാബ്രിക് സീറ്റ്സ് ആണ് കാണുന്നത്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ലെതറേറ്റ് സീറ്റ്സും അതുപോലെ ലെതറേറ്റ് സ്റ്റിയറിംഗ് വീല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ എന്തായാലും പക്ക ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഇൻറ്റീരിയറാണ്. അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ സെഗ്മെൻറ്റ് വേസ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ സൺറൂഫ് ഉള്ളൊരു മോഡലാണ് നമുക്ക് ഈ ഒരു XUV 3XO എന്ന് കിട്ടുന്നത്. അതായത് ഇത് മിഡ് വേരിയൻ്റ് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളതൊരു ചെറിയൊരു സൺറൂഫാണ്. നോക്കി കണ്ടോ, ഇതിൽ ചെറിയൊരു സൺറൂഫാണ്. അതേപോലെ ഇൻറ്റീരിയർ നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു ബ്ലാക്ക് ഇൻസേഷനും നമ്മൾ ഫ്രണ്ടിലും റെയിലും ഒക്കെ കണ്ട പോലെ ഒരു ഡയമണ്ട് കട്ടിൻ്റെ ഒരു ഇൻസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC വെൻസിന് ചുറ്റുമാണെങ്കിലും ചെറിയൊരു ഗ്ലോസി ഒരു ബ്ലാക്ക് ഫിനിഷ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ നമുക്ക് വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം AX5 മുതൽ സ്വിച്ച് ബട്ടൺ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇതിൽ നോർമൽ നമ്മുടെ കീസാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു MX3 Pro വേരിയൻറ്റിലെ ഫീച്ചേഴ്സ് നോക്കാം. അതായത് വ്യത്യാസം ഉണ്ടല്ലോ, ടോപ്പ് എൻഡുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കാണാം. അപ്പം ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ വരുന്ന വയേർഡ് സപ്പോർട്ടോട് കൂടിയാണ് കേട്ടോ.
അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു മിഡ് വേരിയൻ്റ് ആണ്. അതിൻ്റെ എത്ര ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അധികം ഫീച്ചേഴ്സ് ലോഡറാണ്. പിന്നെ സെൻട്രലിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം എ സിയുടെ വരുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പ് എൻഡിൽ വരുമ്പോൾ ഡ്യുവൽ ടോൺ എ സി സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എ സി മെയിനായിട്ടുള്ള അറിയാമല്ലോ, ഇതിൻ്റെ എ സി കാര്യങ്ങളൊക്കെ വളരെ പെർഫോമൻസ് ഉള്ള മഹീന്ദ്രയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ വെഹിക്കിൾസിലും എ സി സൈഡ് ഒരു രക്ഷയില്ല. കിടിലൻ പെർഫോമൻസ് ഉള്ള എ സി ആണ്, ഭയങ്കര കൂളിംഗ് ആണ്. സോ ആ ഒരു എ സി ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഡ്യുവൽ സോൺ ആ ഒരു സപ്പോർട്ട് കിട്ടുന്ന സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഫീച്ചർ ഇല്ല. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിഡ് വേരിയൻറ്റിൽ തന്നെ വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുകൂടാതെ നോർമൽ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ, കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ തന്നെ ഇതിൽ നോർമൽ നമുക്ക് പാർക്കിംഗ് ബ്രേക്കാണ് കാണുന്നത്. അതായത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് സപ്പോർട്ടുള്ള പാർക്കിംഗ് ബ്രേക്ക് പ്ലസ് ഓട്ടോ ഹോൾഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഈ ഒരു മിഡ് വേരിയൻറ്റിലില്ല. പിന്നെ നമുക്ക് ചെറിയൊരു സപ്പോർട്ടിങ്, ചെറിയൊരു കൂൾഡ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് പ്ലസ് ഒരു സ്റ്റോറേജ് സ്പേസ്, ഒരു ഹാൻഡ് സപ്പോർട്ടർ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേക്കും ടിൽറ്റബിൾ ഓപ്ഷൻ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്, ടെലിസ്കോപ്പിക് ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ നമുക്കെല്ലാം വേണ്ട ഒരു കാര്യങ്ങൾ, അത് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളിൽ സപ്പോർട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ മെയിൻ ഭാഗം ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും, ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനലോഗ് ക്ലസ്റ്റർ ആണ് കേട്ടോ. അതായത് ഒരു റെഡ് ഇൻസേഷൻ, ഇപ്പം RPM സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പീഡോമീറ്റർ സൈഡ് ആണെങ്കിലും ഒരു റെഡ് ഇൻസേഷൻ, ഒരു 3D സ്റ്റൈലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സെൻട്രലായിട്ട് ചെറിയൊരു ഡിജിറ്റൽ ഭാഗമാണ് കാണുന്നത്. ഇപ്പം ടോപ്പണിലേക്ക് വരുമ്പോഴത്തേക്കും അറിയാം, വളരെ ഫീച്ചേർഡ് ആയിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. കുറേ അധികം ഡീറ്റെയിൽസും വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകാവുന്ന രീതിയിലുള്ള ക്ലസ്റ്ററാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. പക്ഷേ മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല എല്ലാ വേണ്ട കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഡോർ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വാർണിംഗ് സിമ്പിൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം, ടെമ്പറേച്ചർ, പിന്നെ ഫ്യൂലിൻ്റെ കാര്യങ്ങൾ, ഓഡോമീറ്റർ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ റിമൈൻഡർ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം ആഡ് ഓൺ ചെയ്യുന്നു. കാരണം ഇപ്പം ഉള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ നോക്കുവാണെങ്കിൽ എല്ലാ പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ അലേർട്ട് ഉണ്ടാവും കേട്ടോ, ഫോർ സേഫ്റ്റി. അതുപോലെ XUV 700 നമുക്കറിയാമല്ലോ, ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. സിപ്പ്, സാപ്പ്, സൂം എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടൊക്കെ ഓടിക്കണമെങ്കിൽ അങ്ങനെ മോഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടല്ലോ. അത് എന്തായാലും ഈ ഒരു മോഡലില്ല. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന സ്റ്റിയറിംഗ് മോഡാണുള്ളത് കേട്ടോ. നോർമൽ, കംഫർട്ട്, സ്പോർട്ട് തുടങ്ങിയിട്ടുള്ള മോഡ്സ് ഷിഫ്റ്റ് ചെയ്യുക. അത് ഇവിടെ ഒരു കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ചസിൻ്റെ ഭാഗങ്ങളുടെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നത്. ഓൾറെഡി XUV 400 300 ഒക്കെ കണ്ട പോലത്തെ സെയിം സ്വിച്ചസും നോബ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയർ ഓവറോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ സേഫ്റ്റി സൈഡ് നോക്കാം. സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണ്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി കാര്യമാണല്ലോ എയർ ബാഗിൻ്റെ സപ്പോർട്ട്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻഡ് വരെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബേസ് വേരിയൻറ്റ് മുതലേ കിട്ടുന്നുണ്ട്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അതും ബേസ് മോഡൽ മുതലേ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു കയറ്റത്തിൽ നിന്ന് കഴിഞ്ഞാലൊക്കെ വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പം അതെന്തായാലും ഈ ഒരു വെഹിക്കിളിൻ്റെ ബേസ് മോഡൽ മുതലേ കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും അഡാസിൻ്റെ ഫീച്ചേഴ്സ് അപ് ടു ലെവൽ 2 വരെയുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് 700 ഉള്ള ഫീച്ചേഴ്സ് അറിയാമല്ലോ, ഓട്ടോ പൈലറ്റ് സപ്പോർട്ട് കിട്ടുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തായാലും ഈ ഒരു വെഹിക്കിളിലെ ടോപ്പ് എൻഡ് മോഡൽസിലും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പ് എൻഡ് മോഡൽസിലേക്ക് വരുമ്പോഴത്തേക്കും അലക്സയുടെ സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വേരിയൻസ്, അതായത് 3 എഞ്ചിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ 2 ഓപ്ഷൻസ്, ഒന്ന് ടർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷനും ഒന്ന് നോർമലും വരുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ പെട്രോളിൽ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു മോഡൽ എടുക്കാവുന്നതാണ്. 1.2 ലിറ്റർ ആണ്. പിന്നെ ഡീസൽ ഓപ്ഷനാണ്, അത് 1.5 ലിറ്റർ ഒരു എഞ്ചിനുമാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. അത് ഡിഫറെൻറ്റ് വേരിയൻസ് ഒക്കെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് ഞാൻ ഹൊറൈസൺ മോട്ടോഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം. കാരണം കുറേ അധികം വേരിയൻസ് ഉണ്ട്, ഏകദേശം 9ഓളം വേരിയൻസ് ഉണ്ട്. അത് ഡിഫറെൻറ്റ്, ഇപ്പം ഓട്ടോമാറ്റിക്കലിനും മാനുവലിനും സെപ്പറേറ്റ് ഇപ്പം ചെറിയ വേരിയൻറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് റിയർ സൈഡിലെ ആ ഒരു ഭാഗങ്ങൾ നോക്കാം അല്ലേ. അപ്പം ഈ ഒരു വെഹിക്കിളിൻ്റെ വീൽ ബേസ് വരുന്നത് 2600 mm ആണ്. അപ്പം ഇൻസൈഡ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. അത് ഫ്രണ്ട് ആണെങ്കിലും റിയർ ആണെങ്കിലും. ഇപ്പം ഓൾറെഡി 300 നമ്മൾ കണ്ടാണ് ആ ഒരു സെയിം
ആ ഒരു കംഫർട്ട് ലെവലും 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാവുന്ന രീതിയിലുള്ള ആ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഹാൻഡ് സപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ല കേട്ടോ. നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള 2 ഹെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. അത് ബേസ് മോഡൽ മുതൽ ഇങ്ങനത്തെ ഒരു ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാൻഡേർഡായിട്ട് തന്നെയുള്ള സ്റ്റിച്ചിങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഒരു ഇൻറ്റീരിയറാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് സീറ്റ്സിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഡിസൈനൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടി ആയതുകൊണ്ട് നൈസാണ്. അതേപോലെ തന്നെ മറ്റു കാര്യം നോക്കുമ്പോഴത്തേക്കും സെൻട്രലായിട്ട് ഒരു AC വെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസ്, അതുപോലെ തന്നെ C കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ചാർജർ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെയുള്ള ചാർജർ ഓപ്ഷൻ 12 വോൾട്ടിൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും സീറ്റ് പോക്കറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റൂഫ് നോക്കുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഒരു ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഭയങ്കര പ്ലസൻ്റ് ആണ് കേട്ടോ. അതുപോലെ സെൻട്രലായിട്ട് ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ചെറിയൊരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും റിയർ സൈഡിലെ ആ ഒരു സ്പേഷ്യസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടല്ലോ, നൈസല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രൈവിന് എടുത്തുകൊണ്ട് സംസാരിക്കാം കേട്ടോ. അതായത് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇനി കളർ വേരിയൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു 8 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷനിലും ഈ ഒരു 8 കളേഴ്സിൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ബേസ് മോഡൽ മുതലേ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര വേരിയൻറ്റ് കഴിഞ്ഞിട്ട് കളർ ഓപ്ഷൻ ചൂസ് ചെയ്യാവും അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബേസ് മോഡലോ അല്ലെങ്കിൽ ഈ ഒരു മിഡ് വേരിയൻ്റൊക്കെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് കിട്ടും. അതേപോലെ നമുക്കിപ്പം ഡ്രൈവ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഡ്രൈവിന് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ നോക്കുവാണെങ്കിൽ ഏകദേശം 86 കിലോവാട്ട് പവറും 200 Nm ടോർക്കും ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് നെക്സ്റ്റ് വേരിയൻറ്റ് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോഡൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ പെർഫോമൻസ് വേണം, കുറച്ചുകൂടെ പവറിൽ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യാം. അത് വരുമ്പോഴത്തേക്കും 96 കിലോവാട്ട് പവറും 230 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീസൽ വേരിയൻറ്റ് നോക്കുമ്പോഴത്തേക്കും 85.8 കിലോവാട്ട് പവറും 300 Nm ടോർക്കും ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പം ആ ഒരു പവർ ടോർക്ക് ആ ഒരു ഈസ്റ്റും വ്യത്യാസം കണ്ടല്ലോ. ഇപ്പോൾ ഡീസൽ അറിയാം, ഓൾറെഡി 300 ടെസ്റ്റ് എടുത്തവർക്ക് അല്ലെങ്കിൽ ഓടിച്ചവർക്ക് കറക്റ്റ് അറിയാം അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്. വളരെ പെർഫോമൻസ്, ഇപ്പം നമ്മളുടെ റാലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ നാഷണൽ ചാമ്പ്യൻ ഉണ്ടല്ലോ ഗൗരവ് ഗില്ല്, അദ്ദേഹത്തിൻ്റെ റാലി കാറ് 300 പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാറാണ്. അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളൊക്കെ കണ്ണ് നല്ല ഇരുന്നിട്ടുണ്ട്. അതുപോലെയുള്ള പെർഫോമൻസ് ആണ്. സോ 300 ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. സോ ആ പ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനും എന്തായാലും നമുക്ക് ഈ ഒരു 3XO നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏത് വേരിയൻറ്റ് വേണമെങ്കിലും, പെട്രോൾ വേണമെങ്കിൽ അങ്ങനെ, ഡീസൽ വേണമെങ്കിൽ അങ്ങനെ, അപ്പം എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്നൊരു മോഡലാണ് നമ്മുടെ XUV 3XO. നമുക്കപ്പം ഡ്രൈവ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും പറഞ്ഞല്ലോ, ഇതിൻ്റെ ശരിക്കും മറ്റിപ്പോൾ കോമ്പറ്റീറ്ററെ വെച്ചിട്ട് ഇതിൻ്റെ എൻജിൻ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിനാണ്. ഇപ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോമൻസ്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല കുറച്ച് ഫൺ ടു ഡ്രൈവ് എന്ന് പറയില്ലേ, ആ ഒരു ഡ്രൈവ് സ്റ്റൈലിൽ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഈ ഒരു വെഹിക്കിൾ. കാരണം പവർ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇപ്പം ഇതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക്കിൽ തന്നെ 1.2 ലിറ്ററിൽ ടോർക്ക് കൺവേർട്ടറാണ് കിട്ടുന്നത്. 1.5 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കിൻ്റെ സൈഡിൽ നോക്കിയാലും വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സൈഡൊക്കെ ആണെങ്കിലും വളരെ നീറ്റാണ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി സൈഡ് നോക്കുവാണെങ്കിലും ഇപ്പം നമ്മൾ കോർണറിംഗ് ഒക്കെ ഫാസ്റ്റായിട്ട് എടുത്തെന്ന് പറഞ്ഞാലും വണ്ടി പെർഫെക്റ്റ് ആണ്. പക്ക കയ്യിൽ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്. അതേപോലെ സ്റ്റിയറിംഗ് ആണെങ്കിലും നമുക്ക് അറിയാലോ, മഹീന്ദ്രയുടെ സൈഡിൽ നിന്നുള്ള വെഹിക്കിൾസൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള വെഹിക്കിൾസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഓവറോൾ ഹാൻഡ്ലിംഗ് വൈസും അല്ലെങ്കിൽ കംഫർട്ട് വൈസും നോക്കുമ്പോഴത്തേക്കും സെറ്റാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി സൈഡ് നോക്കുമ്പോഴത്തേക്കും പെട്രോൾ മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ, പെട്രോൾ മാനുവലിലേക്ക്, അതായത് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും 20.1 km/h ആണ് സർട്ടിഫൈഡ് ഒരു ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് 18.2 ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഡീസൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും അത് 20.6 ആണ് ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു എൻജിൻ റേഞ്ചിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു മോഡലാണ്. അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി 300 ഒക്കെ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള റേഞ്ച്. ഇപ്പം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഒരു 16-17 ഒക്കെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നവരൊക്കെ നമുക്ക് ഫ്രണ്ട് സർക്കിളൊക്കെ അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിനൊക്കെ അനുസരിച്ചിരിക്കും ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത് കേട്ടോ. കാരണം ഇതൊരു കുറച്ച് കത്തിച്ചോടിക്കാൻ വേണ്ടി നൈസാണ്. കൂടുതൽ കത്തിച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി അതനുസരിച്ച് കുറയും. സോ എന്നായാലും ഡ്രൈവ് ചെയ്തപ്പം ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് എടുത്തിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സും സേഫ്റ്റി സൈഡ്, അതേപോലെ തന്നെ കംഫർട്ട്, പവർ, പെർഫോമൻസ് എങ്ങനെ നോക്കിയാലും അഫോർഡബിൾ റേറ്റിലേക്ക് കിട്ടുന്ന ഒരു
ചെറിയൊരു SUV കാറായിട്ട് നമുക്ക് മഹീന്ദ്ര സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു വെഹിക്കിളൂടെയാണ് നമ്മുടെ ഈ ഒരു 3XO. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ഒരു പ്രൈസിംഗ് കൂടെ പറയാം. പ്രൈസിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 7,49,000 മുതൽ 15,48,000 വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അതേപോലെ ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ലക്ഷത്തിലാണ് കേട്ടോ. 10 ലക്ഷത്തിനകത്തേ ഉള്ളൂ ഈ ഒരു മിഡ് വേരിയൻറ്റിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റൊക്കെ ഉള്ളൂ, അങ്ങനെയുള്ള ഒരാൾക്കൊരു SUV സ്റ്റൈലിംഗ് ഉള്ളൊരു വെഹിക്കിൾ വേണം എന്നുള്ളവർക്കിത് നമുക്ക് മസ്റ്റായിട്ടും കൺസിഡർ ചെയ്യാവുന്നൊരു മോഡലാണ്. അതായത് ഇത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ട് ആകെപ്പാടെ ഇതിൻ്റെ അകത്ത് ഒരു റിവേഴ്സ് ക്യാമറയുടെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ലോഡറാണ്. സോ നമുക്ക് എക്സ്ട്രാ ആക്സറീസിൽ റിവേഴ്സ് ക്യാമറ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വെഹിക്കിളിനെ പറ്റി ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഹൊറൈസൺ മോട്ടോഴ്സിൻ്റെ നമ്പറും പ്രൊവൈഡ് ചെയ്തേക്കാം, നേരെ കോൺടാക്ട് ചെയ്തോളൂ. അതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.